വീട് വട്ടിയൂർക്കാവ് എന്ന് പറയുന്നൊരു സ്ഥലത്താണ്. ഞാൻ ജനിച്ചത് വളർന്നതും ഒക്കെ അവിടെയാണ് കേട്ടോ. അപ്പോൾ വട്ടിയൂർക്കാവിന് അടുത്തായിട്ടുള്ള ഒരു ക്ഷേത്രമാണ് തൊഴുവങ്കോട് ദേവി ടെമ്പിൾ. അപ്പോൾ ഞാൻ കുഞ്ഞുനാളിലെ തൊട്ടേ കാണുന്ന ഒരു ടെമ്പിളാണ്. അപ്പോൾ അവിടെ ഉത്സവം വന്നു എന്ന് അമ്മ പറഞ്ഞതനുസരിച്ചിട്ട് ഞാൻ ഏട്ടനെയും സോപ്പിട്ടിട്ട് കോവിലോട്ട് പോവുകയാണേ. പണ്ട് നാളിലൊക്കെ ആണെങ്കിൽ ഞാൻ കൂട്ടുകാരുടെ കൂടെയൊക്കെയാണ് കേട്ടോ വരുന്നത്. അപ്പോൾ ഫ്രണ്ട്സിനെയൊക്കെ സോപ്പിട്ടിട്ട് അങ്ങനെ അവരുമായിട്ട് ഞങ്ങൾ ഈ ഒരു ഈവനിങ് ടൈമിൽ വരുമായിരുന്നു. കുറച്ച് അടുത്ത് തന്നെയാണ് എൻ്റെ വീട്. അങ്ങനെ വന്നിട്ട് ഞങ്ങളുടെ മെയിൻ ഉദ്ദേശം എന്ന് പറയുന്നത് ഇവിടെ ഇങ്ങനെ സൈഡ് വഴിയോര കച്ചവടക്കാരും പിന്നെ ഏതെടുത്താലും 20 രൂപ 30 രൂപ അങ്ങനെയൊക്കെയുള്ള സാധനങ്ങൾ ഫാൻസി സ്റ്റോറൊക്കെ ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ. അതാണ് നമ്മുടെ മെയിൻ ഉദ്ദേശം എന്ന് പറയുന്നത് തന്നെ. അപ്പോൾ എപ്പോഴാണെങ്കിലും ഈ കോവിൽ ഉത്സവം എന്ന് കേൾക്കുമ്പോൾ തന്നെ എൻ്റെ മനസ്സിൽ ആദ്യം ഓടി വരുന്നതും ഇങ്ങനെയൊക്കെ തന്നെയാണ്. ഇത്രയും വലുതായെങ്കിലും നമ്മുടെ പണ്ടത്തെ ആ നൊസ്റ്റാളജി ഒന്നും മറക്കാൻ പറ്റില്ലല്ലോ. അങ്ങനെ ഏട്ടനെ സോപ്പിട്ടിട്ട് കോവിലോട്ട് വന്നേ. ഇന്ന് നമ്മുടെ വൈഷു കൂടെ വന്നില്ല കേട്ടോ. വൈഷുവിന് ഇന്ന് എന്തോ വരാൻ തോന്നിയില്ല. അമ്മമ്മയുടെ കൂടെ ഇരുന്നോളാന്ന് പറഞ്ഞു. പിന്നെ അവന് നിർബന്ധിക്കാനും പോയില്ല. ഞാനും ഏട്ടനും വേദക്കുട്ടിയും കൂടെയാണ് കേട്ടോ വന്നേ. അങ്ങനെ ഞങ്ങൾ ഏട്ടൻ വണ്ടി പാർക്ക് ചെയ്യാൻ പോകുന്ന സമയത്തിന് ഞങ്ങൾ ഒരു സൈഡിലോട്ട് മാറി നിന്ന് കേട്ടോ. ഞങ്ങൾ ചേട്ടനെ വെയിറ്റ് ചെയ്ത് നിന്ന സമയത്താണ് കേട്ടോ ലൈറ്റ് എല്ലാം ഓൺ ചെയ്തത്. ലൈറ്റൊക്കെ ഓൺ ചെയ്തപ്പോൾ അടിപൊളിയായിരുന്നു കേട്ടോ. കോവിലിന് ചുറ്റും കാണാൻ ഇഷ്ടം പോലെ ഉണ്ട്. അങ്ങനെ വേദക്കുട്ടിക്ക് കുറച്ചു നേരം ലൈറ്റൊക്കെ കാണിച്ചു കൊടുത്തു. പിന്നെ ചെണ്ടമേളത്തിന്റെ അടുത്തോട്ട് കുറച്ചു നേരം പോയി നിന്നേ. അപ്പോഴത്തേക്കും ചേട്ടൻ വന്നായിരുന്നേ. ചേട്ടൻ വന്നതിന് ശേഷം ഞാനും വേദക്കുട്ടി ഏട്ടനും കൂടെ കോവിലിനകത്ത് കയറി തൊഴുതു. പിന്നെ നേരെ കടകളിലോട്ടൊക്കെ പോയായിരുന്നേ. പിന്നെ ഏട്ടന് ഈ മുറുക്ക് ഇഷ്ടമാണെന്ന് പറഞ്ഞു പിന്നെ അങ്ങനെ ഒരു മുറുക്ക് മേടിച്ചായിരുന്നേ. അതിനുശേഷം നേരെ ഞങ്ങൾ കയറിയത് ഏതെടുത്താലും 20 രൂപ 30 രൂപ ഫാൻസി സ്റ്റോറിലാണ്. പണ്ടൊക്കെ ഞാനാണ് കേട്ടോ എനിക്ക് വേണ്ടിയാണ് കുറേ സാധനങ്ങളൊക്കെ വാങ്ങിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ ഇപ്പോഴൊക്കെ എവിടെയെങ്കിലും പോയാലും എനിക്ക് വേണ്ടി ഞാൻ ഒന്നും വാങ്ങാറേ ഇല്ല കേട്ടോ. എല്ലാം വേദക്കുട്ടിക്ക് വേണ്ടിയാണ് കേട്ടോ. അല്ലെങ്കിലും പെൺമക്കളുള്ള അമ്മമാർക്കാണെങ്കിൽ ഇഷ്ടംപോലെ സാധനങ്ങൾ വാങ്ങിച്ചു കൊടുക്കാൻ തോന്നുമല്ലോ. ഞാൻ കുറച്ച് സാധനങ്ങൾ എടുത്തായിരുന്നു. ഇതൊക്കെ 10-20 രൂപയൊക്കെ ഉണ്ടായിരുന്നുള്ളേ. അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ എടുത്തതിന് ശേഷം നേരെ പോയത് ബജിക്കടയിലോട്ടാണ്. ആദ്യം ഒരു ചായ കുടിക്കാന്നാണ് കേട്ടോ വിചാരിച്ചത്. പിന്നെ ഭയങ്കര തിരക്കായിരുന്നേ. അതുകൊണ്ട് ഞങ്ങൾ ചായ ഒന്നും മേടിക്കാൻ നിന്നില്ല. കോളിഫ്ലവർ പൊരിച്ചിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അതൊരു പ്ലേറ്റ് മേടിച്ചായിരുന്നു. ഒരു പ്ലേറ്റിന് 50 രൂപയാണ് കേട്ടോ ഉണ്ടായിരുന്നത്. അങ്ങനെ അതൊന്ന് മേടിച്ചിട്ട് ഞങ്ങൾ 3 പേരൂടെ ഷെയർ ചെയ്ത് കഴിച്ചായിരുന്നു. ഞങ്ങൾ 4 പേരും ഉണ്ടെങ്കിലേ മനസ്സിലൊരു സുഖമുള്ളൂ കേട്ടോ. വൈഷു ഇന്ന് വരാത്തത് കൊണ്ട് തന്നെ മനസ്സിലൊരു മൂകതയായിരുന്നേ. അതുകൊണ്ട് തന്നെ ഞങ്ങൾ വേഗം വീട്ടിലോട്ട് തിരിച്ചു വരുന്ന വഴിക്ക് വേദക്കുട്ടിനെ കണ്ടിലൊരു പാർക്ക് കണ്ടേ. പിന്നെ വേദക്കുട്ടി വാശി പിടിച്ച് അങ്ങനെ കുറച്ചു നേരം പാർക്കിൽ നിന്ന് കളിച്ചു. പിന്നെ ഞങ്ങൾക്ക് കൂടുതൽ നേരം നിൽക്കാനൊന്നും തോന്നിയില്ല. അങ്ങനെ ഞങ്ങൾ നേരെ വീട്ടിലോട്ട് തിരിച്ചു വരുന്ന വഴിക്ക് വേദക്കുട്ടിക്ക് നല്ല വിശപ്പുണ്ടായിരുന്നേ. അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഒരു പാഴ്സൽ മേടിച്ചു. വൈഷു ഇല്ലാത്തത് കൊണ്ടാണ് പാഴ്സൽ മേടിച്ചത്. അല്ലെങ്കിൽ കടയിൽ നിന്ന് തന്നെ കഴിക്കുമായിരുന്നേ. അങ്ങനെ ഒരു ചിക്കൻ പെരട്ടും ചപ്പാത്തിയും മേടിച്ച് ഞങ്ങൾ നേരെ വൈഷുവിൻ്റെ അടുത്ത് പോയി. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക.